Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമൻസ് ഇൻ ലിനക്സ്. ലിനക്സിൽ മെയിനായിട്ട് നമുക്ക് കമൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് ഷെൽ ബിൽട്ട് ഇൻ കമൻറ്റ്. ഷെൽ ബിൽട്ട് കമൻസ് പറഞ്ഞാൽ ദീസ് ആർ ദി കമൻസ് ദാറ്റ് ആർ ബിൽട്ട് ഇൻ ടു ദി ഷെൽ. അതായത് നമ്മുടെ ഷെല്ല് ബാഷ് ഷെല്ലാണ്, അതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള കമൻസ് ആണ് ഇതുള്ളത്. അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഫയൽസ് ഒന്നും വേണ്ടി വരില്ല. ആൻഡ് ഡു നോട്ട് റിക്വയർ എക്സ്റ്റേണൽ ഫയൽസ് റൺ. അതുകൊണ്ട് തന്നെ ഇത് ഫാസ്റ്റർ ടു എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻസൈഡ് ദി ഷെല്ല്, അതായത് ബാഷ് ഷെല്ലിന്റെ ഇൻസൈഡ് തന്നെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. മിനിമം റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾസ് ആണ് സി ഡി, എക്കോ, PWD, എക്സിറ്റ്. സി ഡി പറഞ്ഞ ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമന്റ് ആണ് സി ഡി. നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് എക്കോ. PWD നമ്മൾ ഓൾറെഡി പഠിച്ചത് നമ്മുടെ കറന്റ് വർക്കിംഗ് ഡയറക്ടറി പ്രിന്റ് ചെയ്യാനാണ് PWD. എക്സിറ്റ് പറഞ്ഞാൽ നമുക്ക് ടെർമിനലിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ടെർമിനൽ ഓപ്പൺ ആക്കി അതിൽ നിന്ന് എക്സിറ്റ് ടൈപ്പ് ചെയ്താൽ ഈ ടെർമിനൽ നമുക്ക് ക്ലോസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതാണ് എക്സിറ്റ് കമാൻഡ്. ഈ കമാൻഡ് ഒക്കെയാണ് ഷെൽ ബിൽട്ട് ഇൻ കമാൻഡ്. നമുക്കൊരു കമാൻഡ് ഷെൽ ബിൽട്ട് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ യു ക്യാൻ ചെക്ക് ഇഫ് എ കമാൻഡ് ഇസ് ബിൽട്ട് വിച്ച് ടൈപ്പ്, അതായത് ഏത് ടൈപ്പ് കമാൻഡ് ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ടൈപ്പ് കണ്ടുള്ള കമാൻഡ് നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആദ്യം ടൈപ്പ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഏത് കമാൻഡാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. PWD ആണെങ്കിൽ PWD ജസ്റ്റ് ചെക്ക് ചെയ്യാം. PWD ഇസ് എ ഷെൽ ബിൽട്ട് ഇൻ കമാൻഡ്. അതിനുശേഷം ടൈപ്പ് ചെയ്തു. അതിനുശേഷം CD ആണ് വേണ്ടെങ്കിൽ CD, അതും ഷെൽ ബിൽട്ട് ഇൻ കമാൻഡ് ആണ്. ഇനി ടൈപ്പ് EXIT അടിച്ചു കൊടുത്താൽ അതേതാണ് ഷെൽ ബിൽട്ട് ഇൻ കമാൻഡ് ആണ്. ഇനി അത് നമുക്ക് അറിയേണ്ടത് CD. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ 4 കമാൻഡും ഷെൽ ബിൽട്ട് ഇൻ കമാൻഡ്സ് ആണ്. PWD, CD, EXIT, എക്സിറ്റ്, CD, ഇത് 4ഉം ഷെൽ ബിൽട്ട് ഇൻ കമാൻഡ്സ് ആണ്. ഇനി അടുത്ത ടൈപ്പാണ് നൺ ഷെൽ ബിൽട്ട് ഇൻ കമാൻഡ്സ് ഓർ എക്സ്റ്റേണൽ കമാൻഡ്സ്. ദീസ് കമാൻഡ്സ് ആർ നോട്ട് ബിൽട്ട് ഇൻ ടു ദി ഷെൽ. അതായത് നമ്മുടെ ബാഷിലെ അല്ലാതെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ബൈനറി ഫയൽസ് വേണം. അതായത് ഇൻസ്റ്റഡ് ദ ബൈനറീസ് എക്സിസ്റ്റ് ആസ് സെപ്പറേറ്റ് ഫയൽസ് ഇൻ സിസ്റ്റം ഡയറക്ടറീസ്. നമ്മുടെ സിസ്റ്റം ഡയറക്ടറീസ് ഉണ്ട്, നമ്മുടെ റൂട്ട് ഡയറക്ടറിയിൽ അതിന്റെ അകത്ത് കുറെ ഫയൽസ് ഉണ്ട്. അവിടെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അകത്താണ് ഈ നൺ ഷെൽ ബിൽട്ട് ഇൻ കമാൻഡ്സിന്റെ ബൈനറി ഫയൽസ് ഉള്ളത്. ലൈക്ക് /bin, like /user bin. Non-shell built-in commands, also called external commands, are not part of the shell itself. Shell in the parts alla. Instead, they exist separate executable binary files stored in specific directories of the file system. Stored in external memory locations may take slightly more time to load. അതായത് ഡയറക്റ്റ് ഷെല്ലിലല്ല, വേറെ ബൈനറി ഫയൽസ് റൺ ചെയ്യണം. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എക്സാമ്പിൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് LS, CP, MV, CAT. നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ അതിനും യു ക്യാൻ വെരിഫൈ യൂസിങ് ടൈപ്പ്. ഏത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ആക്കുക. അതിനുശേഷം TYPE ടൈപ്പ് അടിക്കുക. MV ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ MV എവിടെ കിടക്കുന്നത്? യൂസർ ബിൻ MV. അപ്പം അതിന്റെ ബൈനറി ഫയൽ കിടക്കുന്ന ലൊക്കേഷൻ കാണിക്കും. TYPE, MVക്ക് പകരം CP കണ്ട, അതെവിടെ കിടക്കുന്നത്? യൂസർ ബിൻ CP. റൂട്ട് ഡയറക്ടറിയിൽ യൂസറിൽ ബിന്നിന്റെ CP. ഇനി അടുത്തതാ ടൈപ്പ്. പിന്നെ ഏത് കമന്റാ? LSഉം യൂസർ ബിൻ അവിടെയാണ് കിടക്കുന്നത്. ഇനി വല്ല എക്സാമ്പിൾ ഉണ്ടോ? LSI, CPI, CAT കൂടി ചെക്ക് ചെയ്യണമെങ്കിൽ TYPE CAT കണ്ട, അതും CAT. യൂസർ ബിൻ അതിന്റെ ബൈനറി ലൊക്കേഷനാണ് കാണിക്കുന്നത് എവിടെയെന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ബൈനറി ലൊക്കേഷനിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ LS കമാൻഡ് യൂസ് ചെയ്യുക. LS കമാൻഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കിടക്കുന്ന ഡയറക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് അവിടെ ചെക്ക് ചെയ്യണമെങ്കിൽ LSI ടൈപ്പ് ചെയ്യുക. അതിനുശേഷം റൂട്ട് ഡയറക്ടറി കിട്ടാൻ വേണ്ടിയിട്ട് റൂട്ട് ഡയറക്ടറി ജസ്റ്റ് റൂട്ട് ഡയറക്ടറി അടിക്കുകയാണെങ്കിൽ റൂട്ട് ഡയറക്ടറിയിൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് റൂട്ട് ഡയറക്ടറിയിൽ ബിന്നിലേക്ക് പോവാം. ബിന്നിലേക്ക് പോകണമെങ്കിൽ റൂട്ട് ഡയറക്ടറി എടുത്തു, അതിനുശേഷം ബിൻ എടുത്തു. അപ്പൊ ബിന്നിന്റെ അകത്തുള്ളത് കിട്ടും. നമുക്ക് ബിന്നിന്റെ അകത്തുള്ളതല്ല കിട്ടുന്നത്. എവിടുത്തെ കിട്ടുന്നത്? നമുക്ക് എവിടേക്കുള്ള കിട്ടുന്നത്? യൂസർ ബിന്ന് CAT. ആദ്യം നമ്മൾ റൂട്ട് ഡയറക്ടറിയിൽ പോയിട്ട് യൂസർക്ക് പോകണം, പിന്നെ ബിന്ന്, അതിന്റെ അകത്താണ് നമ്മുടെ കമന്റ്സ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ പോകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? LS ടൈപ്പ് ചെയ്യുക. അതിനുശേഷം /യൂസർ ബിന്ന് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ നമ്മുടെ എല്ലാ കമന്റ്സിന്റെയും ബൈനറി ഫയൽസ് ഇവിടെയാണ് കിടക്കുന്നത്. കണ്ടാൽ നമുക്ക് ഇപ്പോൾ ഏതാ നമ്മൾ LS, MV,
ABCDFG HIJK MV നമുക്ക് കാണാൻ പറ്റും. കണ്ട MVയുടെ ബൈനറി ഫയൽ ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഏതാ HIJK LS എവിടെ? LSന്റെ ബൈനറി ഫയൽ ഇവിടെ എടുക്കുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെ ബൈനറി ഫയൽസ് ഇവിടെയാണ് എടുക്കുന്നത്. അതാണ് നമ്മൾ കാണിച്ചത്. നമുക്കപ്പോ ബൈനറി ഫയൽസ് ഒക്കെ എവിടെ എടുക്കുന്നത് മനസ്സിലായി, സിസ്റ്റത്തിൽ എവിടെയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മളൊരു കമാൻഡ് ചെക്ക് ചെയ്യണമെങ്കിൽ ഏത് ടൈപ്പ് കമാൻഡ് ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ ടൈപ്പ് യൂസ് ചെയ്യുക. ആ കമാൻഡ് ടൈപ്പ് MV ആണ് ചെക്ക് ചെയ്യുന്നത്. അതൊരു എക്സ്റ്റേണൽ കമാൻഡ് ആണ്. അപ്പൊ ആ കമാൻഡിന്റെ ബൈനറി ഫയൽ എവിടെയാണുള്ളത് ആ ലൊക്കേഷൻ ആണ് കാണിക്കുന്നത്. റൂട്ട് ഡയറക്ടറിയിൽ യൂസറിൽ ബിന്നിലാണ് നമ്മുടെ MV എടുക്കുന്നത്. അടുത്ത കമന്റ് പറഞ്ഞാൽ ഏലിയാസർ കമന്റ്. ഏലിയാസർ കമന്റ്സ് പറഞ്ഞാൽ യൂസർ ഡിഫൈൻ ഷോർട്ട് കട്ട്സ്. നമുക്ക് തന്നെ ഒരു കമന്റ് ഷോർട്ട് കട്ടിലൂടെ വേറൊരു ചെറിയ കമന്റ്സ്, അതായത് വലിയ വലിയ കമന്റ്സ് ഒക്കെ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ഇഷ്ടത്തിൽ കസ്റ്റമായിട്ട് നമുക്ക് കമന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏലിയാസർ ആർ കസ്റ്റം ഷോർട്ട് കട്ട്സ് ഫോർ അതർ കമന്റ്സ് ക്രിയേറ്റഡ് ബൈ ദി യൂസർ. ഹെൽപ്പ് ടു സേവ് ടൈം, അതായത് കമന്റ് ടൈപ്പ് ചെയ്യാൻ ടൈം വേണമെങ്കിൽ കുറയ്ക്കാം വലിയ കമന്റ് ഒക്കെ ആണെങ്കിൽ. സിംപ്ലിഫൈസ് ലോങ് ഓർ കോംപ്ലക്സ് കമന്റ്സ്, വലിയ കമന്റ്സ് കോംപ്ലക്സ് കമന്റ്സ് ഒക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ എങ്ങനെ യൂസ് ചെയ്യാന്ന്, ഏലിയാസ് എങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കാം. നമ്മൾ കറന്റ് വർക്കിംഗ് ഡയറക്ടറി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമന്റ് ഏതാ? PWD. അപ്പൊ ഞാൻ ജസ്റ്റ് PWD ടൈപ്പ് ചെയ്തപ്പോൾ നമ്മുടെ കറന്റ് വർക്കിംഗ് ഡയറക്ടറി ആയിട്ടുള്ള ഫോം വിനായക് വിജി കാണിച്ചു. ഞാൻ ജസ്റ്റ് P ടൈപ്പ് ചെയ്ത് വരിക. P ടൈപ്പ് ചെയ്താൽ നമുക്ക് എന്താ കാണിക്കണം? P ടൈപ്പ് ചെയ്യുമ്പോൾ കമാൻഡ് നോട്ട് ഫൗണ്ട് അങ്ങനെ ഒരു കമന്റ് ഇല്ല എന്ന് പറയുന്നത്. നമുക്ക് PWD സെപ്പറേറ്റ് ആയിട്ടുള്ളത്, അതായത് PWDക്ക് സെപ്പറേറ്റ് നമുക്ക് P യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഏലിയാസ് ആദ്യം ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഏതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് പുതിയ കമാൻഡ് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമ്മൾ ഏത് കമാൻഡിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അത് ടൈപ്പ് ചെയ്യുക. P=PWD ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ P ടൈപ്പ് ചെയ്യണം. P ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നു? ഇപ്പൊ PWDക്ക് പകരം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ LL ടൈപ്പ് ചെയ്യണം. ജസ്റ്റ് LL ടൈപ്പ് ചെയ്തു. LL ടൈപ്പ് ചെയ്തപ്പോൾ എന്താ കമാൻഡ് നോട്ട് ഫൗണ്ട് എന്ന് പറയണം. അങ്ങനെ ഒരു കമാൻഡ് ഇല്ല. അപ്പൊ എനിക്ക് LS-L പകരം കൊടുക്കണമെങ്കിൽ വിചാരിക്കുക. അപ്പൊ ഏലിയാസ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം LL ആണ് കൊടുക്കേണ്ടത്. LL കൊടുക്കുന്നത് സിംഗിൾ കോട്ടിന്റെ അകത്ത് LS സ്പേസ് -L. ഇനി സിംഗിൾ കോട്ട് വീണ്ടും കൊടുക്കുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പൊ ഏലിയാസ് കമന്റ്സ് നമ്മൾ അതിന് കൊടുത്തു. ഇനി എനിക്ക് ജസ്റ്റ് LL ടൈപ്പ് ചെയ്ത് എന്താ വരിക? ടോട്ടൽ 0, എത്രയാണ് സൈസ്, പിന്നെ ഫയൽ നെയിംസ്, ഫയലിന്റെ ഡേറ്റ്സ്, ഏത് ഡേറ്റിലാണ്, സൈസ്, പിന്നെ പെർമിഷൻസ്, അതായിട്ടുള്ള LS-L വരെ നമുക്ക് LL യൂസ് ചെയ്യാൻ പറ്റും. അതായത് LS-L ഞാൻ ടൈപ്പ് ചെയ്തു. LS-L വരെ എനിക്ക് ഇപ്പൊ LL യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ വ്യത്യാസം. ഇനി എനിക്ക് വ്യൂ കറന്റ് ഏലിയാസസ്, ഞാൻ ഇപ്പൊ ഏതൊക്കെ ഫയലിനാണ് ഞാൻ ഏലിയാസ് കൊടുത്തത്, അതായത് ഷോർട്ട് കട്ട് കമന്റ്സ് ഏതിനൊക്കെ കൊടുത്തതെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഏലിയാസ് ടൈപ്പ് ചെയ്താൽ മതി. ALIAS ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ കൊടുത്തുള്ളത് LL ടൈപ്പ് ചെയ്തിട്ടുണ്ട്. LL പറഞ്ഞാൽ LS-L വരെ ഞാൻ കൊടുത്തു. അതുപോലെ P=PWD കൊടുത്തു. എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ, എനിക്കിപ്പോൾ വേണ്ട, റിമൂവ് ചെയ്യണമെങ്കിൽ അൺഏലിയാസ് ടൈപ്പ് ചെയ്യുക. അൺഏലിയാസ് LL ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി ഏലിയാസ് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ P=PWD മാത്രമേ. എനിക്കിപ്പോ ഏലിയാസ് ആക്കിയത് എനിക്ക് ഈ ഒരു ടെർമിനലിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ടെർമിനലിൽ ക്ലോസ് ആയാൽ അതും കൂടി ക്ലോസ് ആവും. ഇപ്പൊ ഞാൻ വേറെ ടെർമിനൽ ഓപ്പൺ ആക്കാണ് വിചാരിക്കുക. ഞാൻ വേറെ ടെർമിനൽ ഓപ്പൺ ആക്കി. ഇവിടെ ഞാനിപ്പോ ആദ്യം ജസ്റ്റ് ക്ലിയർ ചെയ്തു. അതിനുശേഷം PWD ടൈപ്പ് ചെയ്തു. PWD ടൈപ്പ് ചെയ്തതിനു ശേഷം P ടൈപ്പ് ചെയ്തു. P ടൈപ്പ് ചെയ്താൽ എന്താ കാണിക്കുന്നത്? കമാൻഡ് നോട്ട് ഫൗണ്ട്. അതായത് ഈ ഒരു ടെർമിനലിൽ ഇത് ഓപ്പൺ അല്ല. ആ ടെർമിനലിൽ നമുക്ക് ഈ P=PWD എന്ന കമന്റ് ഏലിയാസ് ആയിട്ട് വന്നിട്ടില്ല. അതായത് നമ്മളിപ്പോ ഓപ്പൺ ചെയ്ത ടെർമിനലിൽ മാത്രം, ഈ ടെർമിനൽ ക്ലോസ് ചെയ്യണ വരെ മാത്രമേ ഏലിയാസ് ആയിട്ടുള്ളൂ. അത് ടെമ്പററി ആയിട്ടാണ്. ഈ ഒരു ടെർമിനൽ നമ്മൾ ഓപ്പൺ ആക്കി അത് ക്ലോസ് ചെയ്യണ വരെ നമുക്ക് P=PWD അതേപോലെ വർക്ക് ചെയ്യാൻ പറ്റും. P ടൈപ്പ് ചെയ്ത കമാൻഡ്, കറന്റ് വർക്കിംഗ് ഡയറക്ടറി ടൈപ്പിന്റെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് P യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ടെർമിനലിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വേറെ ടെർമിനലിൽ ഓപ്പൺ ആക്കിയാൽ അതിലെനിക്ക് P=PWD യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും ഏലിയാസ് P=PWD വേറെ സെപ്പറേറ്റ് ചെയ്യണം. ടൈപ്പ് വേറെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം P ക്രിയേറ്റ് ചെയ്യുക. ഇനി ജസ്റ്റ് ഏലിയാസ് ടൈപ്പ് ചെയ്തു. ഏലിയാസ് ടൈപ്പ് ചെയ്തപ്പോൾ ഇതിനൊക്കെ ഉള്ളത് ഏലിയാസ് P=PWD. എനിക്ക് P=PWD അതും കൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അൺഏലിയാസ് P ടൈപ്പ് ചെയ്യുക. അൺഏലിയാസ് P ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും പോയിണ്ടാവും. ഇനി ഞാൻ ഏലിയാസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമന്റും ഇല്ല. എല്ലാ കമന്റും ഷോർട്ട് കട്ടിലൂടെ ക്രിയേറ്റ് ചെയ്ത എല്ലാ കമന്റും ഡിലീറ്റ് ആയി. അതിനാണ് നമ്മൾ ഏലിയാസ് യൂസ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യണമെങ്കിൽ അൺഏലിയാസ് കൊടുക്കുക. എങ്ങനെയാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആ കമാൻഡിന്റെ നെയിമും കൂടി കൊടുക്കുക. അപ്പൊ ആ ബിൽറ്റ് ഇൻ കമാൻഡ്സ് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ഷെല്ലിൽ തന്നെ സ്റ്റോർ ചെയ്യും. എക്സാമ്പിൾ CD എക്കോ. നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ടൈപ്പ് കൊടുക്കുക, CD നിൽക്കുക. എക്സ്റ്റേണൽ കമാൻഡ്സ് ഫയൽസ് ഇൻ സിസ്റ്റം LS കാറ്റ് എക്സാമ്പിൾസ് അത് സ്റ്റോർ ചെയ്യുന്നത്
സെപ്പറേറ്റ് ഫയൽസ് ഉണ്ട് യൂസർ പിന്നെ ഡയറക്ടറി മെയിൻ ഏരിയയിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ടൈപ്പ് ls1 നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഏരിയാസ് കമന്റ് പറഞ്ഞാൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കമന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെക്ക് ചെയ്യുക? ഏലിയാസ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും എത്ര കമന്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതും നമുക്ക് ടൈപ്പ് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഏലിയാസ് p equal to pwd ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ടൈപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതും ചെക്ക് ചെയ്യാൻ പറ്റും. ടൈപ്പ് p ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ p is alias to pwd അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏലിയാസ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഏതൊക്കെ കമന്റ് ആണോ ഏലിയാസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് കമന്റ്സ് ഇൻ ലിനക്സ് സിസ്റ്റം.